ഇപ്പോൾ പല പാഠപുസ്തകങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളും കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റുന്ന ഒരു രീതിയുണ്ട്. ഇതിനെതിരെ ഒരു സമരം പോലും ഒരു പ്രതിഷേധം പോലും നടത്തിയിട്ടില്ല. ഇതിലൊന്നും ഒരു നിലപാട് വ്യക്തമാക്കാൻ പോലും KSUവിന് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിൽ ചെറുപ്പം തൊട്ടിട്ട് രാഷ്ട്രീയം പറയുന്നവർക്ക് മാത്രമാണോ രാഷ്ട്രീയമുള്ളൂ? കലാകാരന്മാർക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ലേ? സ്ത്രീകൾക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ലേ? കലാകാരിയായിട്ടുള്ള ഒരു സ്ത്രീ മാധ്യമ പ്രവർത്തക അവരൊരു ആരോഗ്യമന്ത്രിയാകുന്നു. ആരോഗ്യമന്ത്രി ആയ ശേഷം അവർ വളരെ അതായത് പ്രശംസയ്ക്ക് അതീതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നു, ആരോഗ്യരംഗം വികസിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ ചൊടിപ്പിക്കുന്നത്. കൊന്നതാണ് KSU. അതായത് നിരവധിയായിട്ടുള്ള ക്യാമ്പസുകളിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് SFI എന്ന് പറയുന്ന സംഘടനയിൽ നിന്നിട്ടുള്ള ആളുകളെ KSU കൊന്നിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് KSU അക്രമകാരി അല്ലാതെ ആകുന്നത്? മാതൃഭൂമി പത്രത്തിനകത്ത് വന്നിട്ടുള്ളതെന്നാണ്. ആരോഗ്യരംഗം ആടി ഉലയുകയാണ് സാർ. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിന്ന് പോലും ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയ ഒരു മേഖലയാണ് നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗം. കോവിഡ് കാലത്തെ പ്രവർത്തനം, നിപ്പ, ഇപ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല എത്തി നിൽക്കുന്ന സ്ഥലം, ഇതൊക്കെ തന്നെയല്ലേ ഈ വലതുപക്ഷ പാട്രിയാർക്കി സിസ്റ്റം പിന്തുടരുന്ന, സ്വയം നവീകരിക്കാൻ ഒട്ടും തയ്യാറല്ലാത്ത പ്രതിപക്ഷത്തിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുള്ളത്? അതെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ നേതൃനിരയിലേക്ക് എത്തുന്നത് അത് കഴിഞ്ഞ വർഷങ്ങളിലല്ല, ഒരു കാലത്തും കോൺഗ്രസിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ മേഴ്സിക്കുട്ടി അമ്മയെ പോലെ, ശ്രീമതി ടീച്ചറെ പോലെ, ശൈലജ ടീച്ചറെ പോലെ, ഇപ്പോൾ വീണ ജോർജിനെ പോലെ നേതൃനിരയിലേക്ക് വരുന്ന സ്ത്രീകളെയെല്ലാം സ്ലട്ട് ഷെയിം ചെയ്തുകൊണ്ട്, ഏറ്റവും മോശമായി ചിത്രീകരിച്ചുകൊണ്ട്, അതായത് ജനാധിപത്യ രീതിയിലോ അല്ലെങ്കിൽ ഇലക്ഷനിലൂടെയോ ഒന്നും ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന കോൺഗ്രസ് ഇവരെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ മാത്രം എത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കാം, ആ ഒരു രീതിയിൽ മാത്രമുള്ള ഒരു അറ്റാക്കാണ് കഴിഞ്ഞ കുറച്ച് കാലയളവിലായിട്ട് നടത്തി വരുന്നത്. ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്രമണം തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് നടത്തിയിട്ടുള്ളത് KSU ആണ്. ഈ KSU കണ്ടുപിടിക്കുന്നത് കോൺഗ്രസ്സുകാരെയാണ്. കോൺഗ്രസ്സുകാർ എന്താണോ പഠിപ്പിച്ചു വിടുന്നത് അത് മാത്രം പാഠമാക്കിയിട്ടാണ് ഇവരിവിടെ വന്ന് ഇതൊക്കെ ചെയ്തത്. KSU എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണ്. വിദ്യാഭ്യാസ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ KSUവിന് ഇടപെടേണ്ടതായിട്ട് രാജ്യമൊട്ടാകെയുണ്ട്. ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 19,000 സ്കൂളുകളാണ് അടച്ചുപൂട്ടിയിട്ടുള്ളത്, സർക്കാർ സ്കൂളുകൾ. അതിനെതിരെ എന്തെങ്കിലും രീതിയിലുള്ള ഇടപെടൽ നടത്താൻ വേണ്ടി, ഏതെങ്കിലും ഒരു സമരമെങ്കിലും നയിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന KSUവിന് സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പല പാഠപുസ്തകങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളും കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റുന്ന ഒരു രീതിയുണ്ട്. ഇതിനെതിരെ ഒരു സമരം പോലും ഒരു പ്രതിഷേധം പോലും നടത്തിയിട്ടില്ല. ഗവർണറുടെ അതെ SFIയും ഗവർണറും തമ്മിലുള്ള VCയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട്. ഇതിലൊന്നും ഒരു നിലപാട് വ്യക്തമാക്കാൻ പോലും KSUവിന് സാധിച്ചിട്ടില്ല. അപ്പോഴാണ് ഒരു ആരോഗ്യമന്ത്രിയെ ഇത്തരത്തിൽ അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് പോയിട്ടാണ്, അവരവരുടെ ഒഫീഷ്യലായിട്ടുള്ള വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴല്ല, ഓഫീസിലിരിക്കുമ്പോഴല്ല, ഒഫീഷ്യലായിട്ടുള്ളൊരു പരിപാടിക്ക് പോകുമ്പോഴല്ല, അവരുടെ പേഴ്സണൽ സ്പേസിൽ ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നമുക്കൊക്കെയുള്ള മൗലിക അവകാശങ്ങളാണ് ഈ പറയുന്ന നടക്കാനുള്ള അവകാശം, മൂവ്മെന്റിനുള്ളത്, സംസാരിക്കാനുള്ള, ഇതൊക്കെ തന്നെ. അതെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്നങ്ങ് ആക്രമിക്കാം. അപ്പോൾ അവരുടെ പേഴ്സണൽ സ്പേസിൽ പോലും ഒരു റെസ്പെക്റ്റും കൂടാതെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ശരിക്കും അപലപനീയം തന്നെയാണ്. കൃത്യമായിട്ട് ഇപ്പം പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിനെന്തെങ്കിലും കൃത്യമായിട്ടുള്ള കാരണം വേണം. ഇപ്പൊ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ KSUക്കാർ പ്രതിഷേധിക്കുകയാണ്, ആക്രമിക്കുന്ന നിലയിലേക്കൊക്കെ പോവുകയാണ്. പക്ഷെ എന്തിനാണ് അവിടെ ഒരു ആക്രമണം അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടാകുന്നത്? ആരോഗ്യ മേഖല സ്തംഭനാവസ്ഥയിലാണ്, ആരോഗ്യ മേഖല ICUയിലാണ് എന്ന് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം. പക്ഷേ KSU അപ്പോൾ ഓർക്കേണ്ടത് അല്ലെങ്കിൽ KSU മനസ്സിലാക്കേണ്ടത്, ഈ നാളിൽ 2011-2016 കാലയളവിൽ ആരോഗ്യരംഗം എങ്ങനെയായിരുന്നു, ഈ കാലയളവുകൾ പിന്നിട്ട് 2026 വന്ന് നിൽക്കുമ്പോൾ ആരോഗ്യരംഗം എങ്ങനെ മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന 2 ടേം പൂർത്തിയാക്കിയിട്ടുള്ള 2 സർക്കാർ, LDFന്റെ 2 സർക്കാരാണ് 2 ടേം പൂർത്തിയാക്കിയത്. അതിനകത്തെ ആരോഗ്യമന്ത്രിമാർ വനിതകളാണ്. ആ വനിതകൾ നല്ല കെൽപ്പുള്ളവരായതുകൊണ്ട് ആരോഗ്യ മേഖല നന്നായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പം നന്നായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇനി ഒരു ഇലക്ഷൻ വരികയാണ്. അപ്പോൾ വീണ്ടും ഈ പറയുന്ന ആരോഗ്യരംഗം നന്നായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ LDF സർക്കാർ എടുക്കും. ജനങ്ങൾ അത് കാണുന്നുണ്ട്. അത്തരത്തിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന KSUവിൻ്റെ മാതൃസംഘടനയായിട്ടുള്ള കോൺഗ്രസിനോ ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന VD സതീശനോ ഭരണത്തിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് VD സതീശൻ തന്നെ
പറയുകയാണ്, എന്നാ പിന്നെ നിങ്ങൾ പ്രതിഷേധിച്ചോ. അപ്പൊ അവിടെ നിന്നൊരു ഏത് വഴി വേണമെങ്കിലും സ്വീകരിക്കാന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു ഉത്തരവ് കിട്ടിയതിന്റെ ഭാഗമായിട്ട് കേസു അങ്ങ് ചാടി പുറപ്പെട്ട് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ നേരത്തെ സ്നേഹ സൂചിപ്പിച്ചതുപോലെ കേസുവിന് എന്തുമാത്രം കാര്യങ്ങളിലൂടെ പ്രതിഷേധിക്കാം. വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രതിഷേധിക്കേണ്ട പല കാര്യങ്ങളിലും കേസി പ്രതിഷേധിക്കുന്നില്ല. അപ്പോ കേസുവിന്റെ ഒരു നിലവാര തകർച്ച നമുക്ക് മനസ്സിലാകാം. കേസുവിന് ഇങ്ങനത്തെ ചുമതലകൾ കൊടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രിയല്ല ആരായാലും നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ പ്രതിഷേധിച്ചോ, സംരക്ഷിക്കാൻ നേതൃത്വം ഉണ്ട് എന്നുള്ള ഉറപ്പിലാണ് അവർ ഇവിടെ ഉണ്ട്, നിങ്ങൾ പോയി ആരെ വേണമെങ്കിലും അടിച്ചു കൊന്നിട്ട് വന്നോ എന്ന് പറയുന്ന രീതിയിലേക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും വലതുപക്ഷവും മാറിയിരിക്കുകയാണ്. അതെ, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ചർച്ച പോകുന്നത് വീണ മിനിസ്റ്ററെ അടിച്ചോ അല്ലെങ്കിൽ കുത്തിയോ അവർക്ക് പരിക്കേറ്റോ ഫിസിക്കലി ഒരു അസോൾട്ട് നടന്നോ എന്നുള്ളതാണ്. അതായത് പല രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരിക്കാം, വെർബലി ഉണ്ടാവാം, ഫിസിക്കലി ഉണ്ടായിരിക്കാം, മെൻ്റലി ഉണ്ടാവാം. ഞാൻ ചോദിക്കുന്നത് ഇവരാരാണ് ഇത് അളക്കാൻ എന്നുള്ളതാണ്. ഇവർക്ക് ഈ തെളിവ് വേണം എന്ന് പറയുന്നത്. ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ദിലീപിൻ്റെ ഇഷ്യൂ ഉണ്ടായ സമയത്ത് അഖിൽ മാരാർ ചോദിക്കുന്നുണ്ട്, ഒരു കാറിൽ വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ എന്ന് പറയാൻ മാത്രം. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലേക്ക് ഇവർ തെളിവ് കണ്ടാൽ മാത്രമാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അക്രമം നടത്തുന്ന സമയത്ത് മന്ത്രിക്ക് വേണമെങ്കിൽ ഒരു BP ലോ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് അവർക്ക് വരാം. ഇതിൻ്റെ ഒക്കെ തന്നെ ഈ ഉത്തരവാദിത്വം ഈ അക്രമം നടത്തുന്നവർക്കാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു ആയുധം കൊണ്ടോ എന്തെങ്കിലും കുത്തുന്നൊരു വീഡിയോ കണ്ടാൽ വേണ്ടി മാത്രമല്ല ഇത് തെളിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സമരം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ സത്തയാണ്. അതിനോടൊന്നും നമുക്കൊരു അഭിപ്രായം സമരമില്ലാതെ ജനാധിപത്യം ഇല്ല. പക്ഷെ അത് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ നേതൃത്വം ഏത് രീതിയിലാണ് അതിനെ സപ്പോർട്ട് ചെയ്തത്. വീഡിയോ കണ്ട ഇപ്പോൾ ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ കണ്ട ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് വീണ മിനിസ്റ്ററിനെ ആക്രമിക്കുന്ന ഫോട്ടോയോ വീഡിയോ തന്നു കഴിഞ്ഞാൽ കുഴിമന്തി ഓഫർ ചെയ്യുന്നു, 1 പവൻ സ്വർണം ഓഫർ ചെയ്യുന്നു. അപ്പോൾ ഏത് രീതിയിൽ ഒരു അക്രമത്തെ എത്രത്തോളം ഗ്ലോറിഫൈ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അഭിമാനത്തോടെയാണ് ഇവർ കാണുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. അത് മാത്രമല്ല സ്നേഹ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോണാക്റ്റിൽ പങ്കെടുത്ത വീണ ജോർജിന്റെ ഒരു പടം വെച്ചിട്ടാണ് ഇവര് KSUക്കാരും കോൺഗ്രസിന്റെ നേതൃനിരയിലുള്ളവർ തന്നെ KSUന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഇൻസ്റ്റഗ്രാം പേജിനകത്ത് നടിപ്പിൻ നായിക, ഈ നടിപ്പിൻ നായിക എന്ന് പറയുന്ന വീണ ജോർജിനെ ഇങ്ങനെ കലോത്സവ വേദിയിൽ അവര് മോണോക്റ്റിന് എന്തോ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല, ഈ രാഷ്ട്രീയത്തിൽ ചെറുപ്പം തൊട്ടിട്ട് രാഷ്ട്രീയം പറയുന്നവർക്ക് മാത്രമാണോ രാഷ്ട്രീയമുള്ളൂ? കലാകാരന്മാർക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ലേ? സ്ത്രീകൾക്ക് രാഷ്ട്രീയം പറയാൻ പാടില്ലേ? കലാകാരിയായിട്ടുള്ള ഒരു സ്ത്രീ മാധ്യമ പ്രവർത്തക അവരൊരു ആരോഗ്യമന്ത്രിയാകുന്നു. ആരോഗ്യമന്ത്രി ആയ ശേഷം അവർ വളരെ, അതായത് പ്രശംസയ്ക്ക് അതീതമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നു, ആരോഗ്യരംഗം വികസിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ഇവിടെ ചൊടിപ്പിക്കുന്നത്. ഇവർക്ക് സ്ത്രീകളെ, ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് ഇപ്പോഴും സ്ത്രീകളെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം മുല്ലപ്പള്ളിയെ പോലെ ഏറ്റവും പ്രായം കൂടിയ ഒരു നേതാവ്, മുതിർന്ന നേതാവ്, ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നേതാവ്, അദ്ദേഹം എന്താ ശൈലജ ടീച്ചറെ പറഞ്ഞത്? കോവിഡ് റാണി, റോക്ക് സ്റ്റാർ. എന്നിട്ട് നമ്മൾ ഇത്രയും പ്രതിഷേധങ്ങളൊക്കെ വന്നപ്പോൾ അവർ മാപ്പ് പറയാൻ തയ്യാറാണോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പരാമർശം എൻ്റെക്ക് നിന്ന് വന്നതിൽ ഞാൻ ഖേദിക്കുന്നു എന്നൊരു വാക്കല്ല അയാൾ പറഞ്ഞത്. അയാൾ എന്താ പറഞ്ഞത്? അപ്പോളജി മീ. ഇത് തന്നെയല്ലേ KSUക്കാരും കണ്ടുപിടിക്കുന്നത്. ഒരു സ്ത്രീ, ഇതാണ് അവരുടെ പാരമ്പര്യം. ഞാൻ ഇതിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു സ്ത്രീക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരണ സമയത്ത്, പ്രതിഷേധങ്ങൾ വരണ സമയത്ത്, പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ല, അക്രമങ്ങൾ വരുന്ന സമയത്ത് ഈ കാര്യത്തിൽ എന്തഭിപ്രായമാണ് പറയാനുള്ളത് എന്നുള്ളത് ഞാൻ ചോദിക്കുകയാണ് ഈ അവസരത്തിൽ. ഈ കോൺഗ്രസിനോ കോൺഗ്രസിന്റെ ഘടകകക്ഷികളിൽ നിന്നോ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ഏതൊരു വിഭാഗത്തിനും യാതൊരു നീതിയും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നമുക്ക് കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ തന്നെ രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെടുത്ത നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതും ഇത്തരത്തിൽ അഭിനയമാണ്, വീണ ജോർജ് അടി കൊണ്ടിട്ടില്ല, സമരത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ അല്ലെങ്കിൽ ആ KSU വിദ്യാർത്ഥികളെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ പോസ്റ്റ് ഇടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാളായിട്ട് ഇത്രയും വലിയ പ്രശ്നങ്ങൾ, അയാളൊരു MP ആണ്, പാർലമെന്റിലേക്ക് കേരളം തെരഞ്ഞെടുത്ത് അയച്ച ഒരു MP ആണ്. അയാളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം മാത്രമായിട്ടല്ല MP ആയിട്ട് അവിടെ പോയിരിക്കുന്നത്, കേരളത്തിന്റെ മൊത്തം ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി പോലെയുള്ള ഒരു പ്രൊപ്പഗണ്ട സിനിമ വന്നതിന് ശേഷം അതിനെതിരെ ഒരു വാക്കെങ്കിലും ഉച്ചരിക്കാൻ, ഒരു എഴുത്തെങ്കിലും എഴുതാൻ എന്തുകൊണ്ട് അയാളുടെ കൈവിറയ്ക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും അതിനെതിരെ ഒന്നും മിണ്ടാതെ കേവലം ഈ ഒരു പ്രശ്നത്തെ മാത്രം പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ സ്ത്രീകളോടുള്ള, നേരത്തെ ശീതൽ പറഞ്ഞ പോലെ തന്നെ
ഈ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗത്തോട് ഏത് രീതിയിലുള്ള ഒരു മനോഭാവമാണ് ഇപ്പോൾ പറഞ്ഞ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും മൊത്തം വലതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാത്രമാണ് അവരെന്നും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് വലതുപക്ഷം മാത്രമാണെന്നല്ല, വലതുപക്ഷം മാത്രമല്ല, വലതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്. അതായത് വീണ ജോർജിനെ ഫോക്കസ് ചെയ്ത് വീണ ജോർജിനെ അറ്റാക്ക് ചെയ്യുക, അതാണ് പല മാധ്യമങ്ങളുടെ അജണ്ട. കഴിഞ്ഞ ദിവസം മാതൃഭൂമിയിൽ വന്നിട്ടുള്ള ഒരു ഇത് ഞാൻ കാണിക്കാം. മാതൃഭൂമി പത്രത്തിനകത്ത് വന്നിട്ടുള്ള ഒന്നാണ്, ആരോഗ്യരംഗം ആടി ഉലയുകയാണ് സാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ. വീണ ജോർജ് അതുപോലെ തന്നെ ഈ LDF സർക്കാരും നല്ല നിലയിൽ നോക്കിക്കൊണ്ടുപോകുന്ന ഒരു ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖല ആടി ഉലയുകയാണ് സാർ. എന്നാൽ ഇതിനകത്ത് വാർത്ത കൊടുക്കുമ്പോൾ കൃത്യമായി ഡേറ്റ് വെച്ചിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മാറണം എന്നുള്ളതാണ്. അതേ മറിച്ച് ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിരുന്നല്ലോ വീണ ജോർജ്. അപ്പോൾ ഞങ്ങളെ കൂടെ ഡെസ്കിലൊക്കെ ഇരുന്ന് പ്രവർത്തിച്ച ഒരാൾ ഇത്രയും വലിയ നിലയിൽ ഒരു മന്ത്രിയൊക്കെ ഒരുപക്ഷെ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തൊരു ഈ മാധ്യമങ്ങളും ഈ പറയുന്ന വലതുപക്ഷത്തിനൊപ്പവും KSUക്കാർക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇന്നലെ വീണ ജോർജിന് വേണ്ടിയിട്ട് സംസാരിച്ച കുറേയധികം മാധ്യമ പ്രവർത്തകരുണ്ട്. എന്നാൽ പോലും ഈ ഇടതുപക്ഷത്തിനെയും ഈ പറയുന്ന ആരോഗ്യ രംഗത്തെയും വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ച മാധ്യമങ്ങളെയാണ് ഇന്നലെയും ഇന്നുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ, ചില വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത് KSUക്കാർ പ്രതിഷേധം നടത്തി വീണ ജോർജിന്റെ അഭിനയമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ പേജിനകത്ത് പോയിട്ടുള്ള നടിപ്പിൻ നായിക എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വീണ ജോർജിനെ മാധ്യമങ്ങളും അറ്റാക്ക് ചെയ്യുകയാണ്. അവിടെ അറ്റാക്ക് ചെയ്യുന്നതിനോടൊപ്പം അവർ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യം, KSUക്കാർ പ്രതിഷേധിച്ചു, KSUക്കാർ ഒന്നും ചെയ്തിട്ടില്ല, KSUക്കാർ അക്രമകാരികളല്ലാന്ന്. ഞാൻ മറ്റൊരു കാര്യം കൂടി കാണിച്ചു തരാം. കൊന്നതാണ് KSU. അതായത് നിരവധിയായിട്ടുള്ള ക്യാമ്പസുകളിൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് SFI എന്ന് പറയുന്ന സംഘടനയിൽ നിന്നിട്ടുള്ള ആളുകളെ KSU കൊന്നിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് KSU അക്രമകാരി അല്ലാതെ ആകുന്നത്? ഒരാളുടെ ജീവൻ എടുക്കുക എന്ന് പറയുന്നത് അക്രമകാരമാണല്ലോ. അപ്പോൾ KSU കാണിക്കുന്ന അക്രമങ്ങളൊന്നും മാധ്യമങ്ങൾ കാണില്ല, പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ കാണില്ല. കണ്ടാലും കണ്ണു തുറന്ന് വായിക്കുവാൻ വേണ്ടി, അവർക്കെതിരെ 2 വരി വായിക്കുവാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഈ മാധ്യമങ്ങളുടെ വേറൊരു കാര്യം, മാധ്യമങ്ങൾ എപ്പോഴും പഠിപ്പിക്കുക, അതായത് പഠിപ്പിക്കണത്, തെറ്റിതിരുത്തുന്നത് ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷം വളരെ സിസ്റ്റമാറ്റിക്കലി പോകുന്ന ഒരു രാഷ്ട്രീയമാണ്. പാളിച്ചകൾ ഉണ്ടായിരിക്കാം, പക്ഷേ ആ സിസ്റ്റത്തിന് ഒരു സിസ്റ്റമുണ്ട്, അതിന് ഒരു ഘടനയുണ്ട്. അവർ സ്വയം നവീകരിച്ച് തെറ്റുകൾ തിരുത്തി പോകുന്നതാണ്. എന്നിട്ടും മാധ്യമങ്ങൾ എപ്പോഴും മറ്റേ ചാക്കോമാഷിൻ്റെ പോലെയാണ്, ഇടതുപക്ഷത്തെ മാത്രം. പക്ഷേ ഇത്തരം അപലപനീയമായിട്ടുള്ളൊരു ഏറ്റവും ജനാധിപത്യ അനീതി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള അക്രമങ്ങളിലേക്ക് ഇപ്പോൾ രക്തസാക്ഷിത്വം വരെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് തന്നെ ഞാൻ പറയട്ടെ, ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിനെ തിരുത്തുന്നില്ല? കോൺഗ്രസിൻ്റെ അടിസ്ഥാനം എന്താണ്? അഹിംസ അല്ലേ? സോഷ്യലിസം. എന്ത് സോഷ്യലിസം? നെഹ്റുവിയൻ സോഷ്യലിസം. ഈ കവിൾ അടിച്ചു കഴിഞ്ഞാൽ ആ കവിളും കൂടി കാണിച്ചു കൊടുക്കണം എന്നുള്ള ഇത്തരത്തിലുള്ള രീതിയിൽ ഈ കോൺഗ്രസിനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരുത്തേണ്ടതാണ് എന്നുള്ളത് മാധ്യമങ്ങൾ പോലും മിണ്ടുന്നില്ല. അതിന് വീണ ജോർജിൻ്റെ കാര്യത്തിൽ തന്നെ വീണ ജോർജ് മുന്നേ പറഞ്ഞ ഒരു പ്രസ് മീറ്റ് ഉണ്ട്. പ്രപ്പഗണ്ടയാണിത്, തുടർച്ചയായിട്ടുള്ള ആക്രമണമാണ്, ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പം വീണ ജോർജ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, കൂടുതലും അതായത് സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ കഴിഞ്ഞ 10 വർഷമായിട്ട് വലിയ ഒരു നേട്ടത്തിലല്ല, കച്ചവടമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് എപ്പോഴും ഊന്നൽ കൊടുക്കുന്നത് ഈ വലതുപക്ഷ രാഷ്ട്രീയം കേരളത്തിൽ ജയിക്കുമ്പോഴാണ്. ഇപ്പോൾ നേരത്തെ വീണ ഇവിടെ കാണിച്ച ഒരു ഡാറ്റയുണ്ട്, അത് മാതൃഭൂമിയുടെയാണ്. അത് മാതൃഭൂമിയിലുള്ളത് മാതൃഭൂമിയുടെ രാഷ്ട്രീയം നമുക്കൊക്കെ അറിയുന്നതാണ്, മാതൃഭൂമിയുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത്. പിന്നെ മനോരമ, നിഷ്പക്ഷം എന്ന് പേര് മാത്രമുള്ള, വീക്ഷണം ചെയ്യണേക്കാളും അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്ന, കോൺഗ്രസിന് വേണ്ടി ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ഈ സ്വകാര്യ നിക്ഷേപകർക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരിൽ തന്നെ പലർക്കും പല ആശുപത്രി മേഖലകളിൽ ഇവർക്ക് നിക്ഷേപമുണ്ട്, പല ആശുപത്രികളിലും, സ്വകാര്യ ആശുപത്രികളിൽ. അപ്പോൾ നമ്മുടെ ആരോഗ്യരംഗം വളരെ മികച്ചതാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരസെറ്റമോളും മിക്സറുകളും മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അല്ലേ പണ്ട്. അത് മാത്രമേ കിട്ടുള്ളൂ. ചുമയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു മിക്സറുകൾ, അതും കുപ്പി നമ്മൾ കൊണ്ടുപോകണം. പാരസെറ്റമോളൊക്കെ കിട്ടി, കാലിപ്പോളും പാരസെറ്റമോളും കിട്ടി. ഇന്ന് അങ്ങനെയല്ല.
ഇന്ന് ക്യൂ നിൽക്കേണ്ടി വരും ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല, ഡെങ്കിപ്പനി ഇവിടെ വരാതിരുന്നിട്ടില്ല. ഇവർ പറയുന്നുള്ളൂ നിപ്പ പോലത്തെ ഒരു സംഭവം വന്ന കാരണമാണ് ആരോഗ്യ മേഖലയ്ക്ക് ഇത്രയും പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്ന്. നിപ്പയും കോവിഡും വന്ന കാരണം അല്ല, ഇവിടെ എലിപ്പനി പടർന്ന സമയം ഉണ്ടായിരുന്നു, ഡെങ്കിപ്പനി പടർന്ന സമയം ഉണ്ടായിരുന്നു. അന്നൊന്നും ഇതിനെ കൺട്രോൾ ചെയ്യാന്നുള്ളൊരു വാക്ക് ഞങ്ങൾക്ക് അറിയില്ല, മലയാളികൾക്ക് അറിയില്ല അതിനെക്കുറിച്ച്. ഇതിനെ കൺട്രോൾ ചെയ്യാന്നുള്ള സംഭവം ആരോഗ്യ മേഖല ഇതിനെക്കുറിച്ച് നോക്കിയെങ്കിലല്ലേ. കാരണം അന്ന് കോൺഗ്രസിന്റെ ആരോഗ്യ മേഖല എപ്പോഴും അവരൊക്കെ സർക്കാർ ആശുപത്രി വിട്ടിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോക്കോ എന്നുള്ളൊരു മനോഭാവത്തിലായിരുന്നു. അതുകൊണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന ഈ സ്വകാര്യ മേഖലയ്ക്കൊക്കെ ഇപ്പൊ വലിയൊരു അടിയാണ്. കാരണം ഇടതുപക്ഷം വന്നതിന് ശേഷം വലിയ ഒരു അഭൂതപൂർവമായിട്ടുള്ള മാറ്റമാണ് ഈ ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ളത്. ഇത് ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവർക്ക് ഈ വലതുപക്ഷം ജയിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് കൂടി സത്യമാണ്. അതായത് അവര് തമ്മിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ശത്രുവിന്റെ ശത്രു മിത്രം ഭരിക്കുമ്പോൾ വലതുപക്ഷം ആൾക്കാരെ അതായത് സ്വകാര്യ ആശുപത്രിയിലേക്ക് തള്ളിവിടുന്നു. ഇവിടെ ഗവൺമെന്റ് ആശുപത്രി പോരാ, സ്വകാര്യ ആശുപത്രിയിലായിരിക്കും ഫെസിലിറ്റീസ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞയക്കുന്നു. അപ്പോൾ സ്വകാര്യ മേഖലയിൽ രോഗികളെ ചികിത്സിച്ച് അവര് രോഗികളെ പിരിഞ്ഞുണ്ടാക്കുന്ന പൈസ ആർക്ക് കൊടുക്കുന്നു? ഈ വലതുപക്ഷത്തിലിരിക്കുന്ന ആൾക്കാരുടെ പോക്കറ്റ് നിറയ്ക്കുന്നതിലേക്ക്. പക്ഷെ ഇപ്പൊ നോക്കുന്ന സമയത്ത് അതായത് ശിശു മരണ നിരക്ക് പലപ്പോഴും ലോകത്തിന് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു നേട്ടമാണ് കേരളം അതിൽ ആർജിച്ചെടുത്തിരിക്കുന്നത്. അതായത് കേരളത്തിൽ 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അതിൽ 5 കുട്ടികൾ മാത്രമാണ് മരണപ്പെടുന്നത്. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ 13 കുട്ടികൾ ഉണ്ടായിരുന്ന സമയത്ത് അതിൽ 11 കുട്ടികളും മരിച്ചു, 2 പേര് മാത്രമാണ് സർവൈവ് ചെയ്തത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അതെ അതെ അതെ. ഇപ്പോഴും ഓക്സിജൻ കിട്ടാഞ്ഞിട്ട് കുട്ടികൾ മരണപ്പെടുന്ന വാർത്ത പല ആശുപത്രികളിൽ നിന്നും നമ്മൾ കേരളത്തിന് പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കേരളം ആർജിച്ചെടുത്തത് ഒരുപക്ഷെ US-ന്റെ ശിശുമരണ നിരക്ക് എന്ന് പറയുന്നത് 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവിടെ 5.6 കുട്ടികളും മരണപ്പെടുകയാണ്. അപ്പോൾ US-നേക്കാൾ നമ്മൾ വളർന്നു എന്നുള്ളതാണ്. അത് ഓരോ മേഖലയിൽ എടുത്തു നോക്കിയാലും ഇത്തരത്തിലുള്ളൊരു മാറ്റം. ഞാൻ കുറച്ച് ഡാറ്റ വായിക്കാം. അതായത് കേരളം ആർജിച്ചെടുത്തിട്ടുള്ള കുറച്ച് മുന്നേറ്റങ്ങൾ, അതുപോലെ തന്നെ ചില പദ്ധതികൾ ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിലൊന്നാണ് ക്യാൻസർ ചികിത്സാ ഹബ്ബായിട്ട് കേരളം മാറിയിട്ടുണ്ട്. നമുക്കറിയാം മലബാർ ക്യാൻസർ സെൻറ്ററിൽ കാർട്ടിസൽ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുമൂലം ക്യാൻസർ ഇല്ലാത്ത കോശങ്ങളെ കൊണ്ട് ക്യാൻസർ ഉള്ള കോശങ്ങളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമാണത്. അതുപോലെ RCCയിൽ ഗർഭാശയ ക്യാൻസർ, ഗർഭാശയത്തിനകത്തെ ക്യാൻസർ ഉള്ള സെല്ലുകളെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായിട്ട് ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോബോട്ടിക് ശസ്ത്രക്രിയ, റോബോട്ടുകളെ ഉപയോഗിച്ചുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന രീതിയിലേക്ക് MCCയിലടക്കം അതെ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ താലൂക്ക് ആശുപത്രികളിലെല്ലാം ഡയാലിസിസ് സംവിധാനം, ഇപ്പോൾ ശീതലിനൊക്കെ കുറച്ചുകൂടി അറിയാമായിരിക്കും. കാരണം നമുക്കറിയാം ഡയാലിസിസ് രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് കേരളത്തിൽ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്കെല്ലാം നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ദൂരെ യാത്ര ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ പോവേണ്ടി വരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഏറ്റവും തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ തന്നെ പോയി ഇവർക്ക് ഫ്രീ ആയ ചികിത്സ ലഭിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കുടുംബങ്ങളുടെയും ക്ഷേമം കൂടി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ അപൂർവ രോഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 18 കോടി രൂപയൊക്കെ കെട്ടിവെച്ചാൽ മാത്രമാണ് ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റുക എന്നുള്ള രീതിയിൽ ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള അപൂർവ രോഗങ്ങളെ, അങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ള കെയർ എന്നുള്ള ചികിത്സാ പദ്ധതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുട്ടികളുടെ വൃക്ക രോഗം തടയാൻ വേണ്ടി പ്രതീക്ഷ എന്ന പ്രോജക്റ്റ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്കിൻ ബാങ്ക് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കേൾക്കുന്നത് പോലും വാക്കുപോലും നമുക്ക് പുതിയതാണ്. ഈ സ്കിൻ ഭയങ്കരമായിട്ട് ബേൺ ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ള ഒരു ആശ്വാസമാണ്. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആക്കുക ഈ ഒരു സിസ്റ്റം എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ചെയിൻ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എല്ലാ സർവീസുകളും അവിടെ നിന്ന് ലഭിക്കണം എന്നില്ല. ഇപ്പോൾ നമുക്കൊരു ബ്ലഡിൻ്റെ പല കാര്യങ്ങളും ബ്ലഡിൽ നിന്ന് ചെക്ക് ചെയ്യണം. അതേസമയം അതവിടെ അവൈലബിൾ അല്ല എങ്കിൽ പോലും നമുക്ക് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ ബ്ലഡ് നൽകാം. ഈ ബ്ലഡ് അവർ ശേഖരിച്ച് വെക്കുകയും ഇത് ബാക്കിയുള്ള ഈ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസിലേക്ക് ഈ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത് എവിടേക്കാണോ അവിടെ ഒരു ചെയിൻ പോലെ പ്രവർത്തിക്കുകയും, അതായത് ആളുകൾക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുന്നില്ല. ഇതൊക്കെ ശരിക്കും നമ്മുടെ ഒരു സിസ്റ്റം
എല്ലാ രീതിയിലും ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിൻ്റെ കൂടി ഭാഗമാണ്. അതുപോലെ തന്നെ ശൈലി ആപ്പ്, ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി ശൈലി ആപ്പ്. നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ്. അതെ അതെ. അപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതി. അപ്പം ഞാൻ ഇത്തരം ഒരു ചെറിയ റിസർച്ചിൽ നിന്ന് എനിക്ക് ഇത്രത്തോളം കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ ഈ വലിയ വൻകിട മാധ്യമങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. റിസർച്ചിന്റെ ആവശ്യമില്ല. ഞാൻ ഒരു കാര്യമായിട്ട് ഇപ്പൊ എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മൂമ്മയ്ക്ക് കെടുപ്പിലായ ഒരു സമയത്ത് പാലിയേറ്റീവ് കെയർ എന്ന് വന്ന് ബെഡ് വരെ തരുന്നു. എല്ലാ മാസവും വന്ന് ഷുഗറും പ്രഷറും ചെക്ക് ചെയ്യുന്നു. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഫോളിക് ആസിഡ് വാങ്ങാൻ ഭയങ്കര പൈസ കൊടുക്കണം. ഈ ഫോളിക് ആസിഡ് എനിക്ക് ആശാ വർക്കർ തരികയാണ്. അതായത് 10 മാസത്തേക്കും എത്രത്തോളം എന്താണ് ഞാൻ പ്രസവിക്കുന്നത് വരെയുള്ള എനിക്ക് ഫോളിക് ആസിഡ് ഫ്രീ ആയിട്ട് തരുന്നു. ഒപ്പം അതെ സംസാരിക്കാം. എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ആശാ വർക്കറിനെ നേരിട്ട് വിളിക്കുക, അവർ വരും എല്ലാ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ. പിന്നെ എനിക്ക് വേണ്ട ഭക്ഷണങ്ങൾ വരെ എന്നെ സർക്കാർ എത്തിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഡയാലിസിസിൻ്റെ കാര്യങ്ങൾ, ഡയാലിസിസ് രോഗിക്ക് വരുന്നത് ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചിലവുകളാണ്. അതാണ് നമുക്ക് താലൂക്ക് ആശുപത്രി. ഇപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ കാര്യം തന്നെ നോക്കുമ്പോൾ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത, ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുള്ള ആശുപത്രി പോലെ. കാരണം പണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് അസുഖം, ഇപ്പോൾ ഒരാൾക്ക് എലിപ്പനി ഉണ്ടെങ്കിൽ അത് പടരുന്നത് ചിലപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ പോയിട്ടായിരിക്കും മുന്നേ. ഇപ്പൊ ആശുപത്രിയിൽ പോകാൻ പോലും സമയമാണ്. ഡയാലിസിസിന്റെ കാര്യം പറഞ്ഞത് കേരളത്തിനകത്ത് പണ്ടുണ്ടായിരുന്നത് 12 അതായത് ഡയാലിസിസിനെ പരിശോധിക്കുന്നതും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുമായിട്ട് 12 ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ 125 ഹോസ്പിറ്റലിനകത്ത് ഡയാലിസിസിന്റെ ട്രീറ്റ്മെന്റ് നടത്തും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 551 സർക്കാർ ഹോസ്പിറ്റലുകൾക്ക് ദേശീയ അംഗീകാരം കിട്ടിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ ആശുപത്രിയിൽ കന്നുകാലികളെ അതായത് ഹോസ്പിറ്റലിന്റെ ഒരു എന്താണ് ഹോസ്പിറ്റലിന്റെ കടമ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പോലും ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളെ വെച്ചിട്ട് കേരളം നോക്കുമ്പോൾ ഈ ആരോഗ്യരംഗം എന്ന് പറയുന്നത് മികച്ചു എന്നുള്ളതാണ്. PHSCകളിൽ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് മാറ്റിയിട്ടുണ്ട്. 5416 ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ. അപ്പോൾ നേരത്തെ സ്നേഹ സൂചിപ്പിച്ചതുപോലെ ഒരു മീഡിയക്ക് ചെറിയൊരു സ്വിച്ചിൽ കിട്ടാവുന്ന ഡേറ്റകളാണ്. ഈ ഡേറ്റകൾ കണ്ടിട്ടും കണ്ടില്ലെന്നാണ് ഈ ഡേറ്റകൾ ഇവരുടെ കയ്യിൽ തന്നെ ഉണ്ടെന്നേ. അതായത് മോട്ടോർ സൈക്കിൾ ഡയറി എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് നോർത്തിലൊക്കെ പോയിട്ട് UP-ലൊക്കെ പോയിട്ട് MBBS പോലും ഇല്ലാത്ത ഡോക്ടർമാര്, അത് ഇവരുടെ കയ്യിൽ തന്നെ. ചെറിയ പെട്ടിക്കട പോലത്തെ സാധനമാണ് അവരുടെ ഹോസ്പിറ്റൽ. അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള മരുന്നുകൾ ഇവരെല്ലാവർക്കും സ്വന്തം കയ്യിലുള്ള ഡാറ്റ പോലും ഉപയോഗിക്കാത്തവരാണ്. ഇപ്പൊ താലൂക്ക് ആശുപത്രിയുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളൊരു OP ടിക്കറ്റ് എടുക്കും, അവിടെ കുറെ ഡോക്ടർമാർ ഇരിക്കും. അതും കഴിഞ്ഞിട്ട് നഴ്സുമാരുടെ വക ചീത്ത വേറെ കേൾക്കണം. ഇത്രയും ചെറിയ രോഗത്തിനാണോ നിങ്ങൾ വരുന്നതെന്നുള്ള പോലെ സെക്യൂരിറ്റി വരെ നമ്മളെ കയറി വന്ന് ഭരിക്കും. ഇത്തരത്തിലുള്ള ബാരിയർ ഒക്കെ നീക്കി. അത് മാത്രമല്ല ഈ കുറെ ഡോക്ടർമാർ ഇരിക്കുന്നുണ്ട്, അതിൽ ഒഴിവ് പറഞ്ഞതിനനുസരിച്ചിട്ട് പോകുക എന്നുള്ളതല്ല ഇപ്പോഴത്തെ രീതി. ഇപ്പം എൻ്റെ മകനാണ് അസുഖം ഉണ്ടെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പീഡിയാട്രിഷ്യൻ ഉണ്ട്. എനിക്ക് ഉള്ള എന്തെങ്കിലും സ്ത്രീ സംബന്ധമായിട്ടുള്ള അസുഖമാണെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ കോസ്മെറ്റോളജി വിഭാഗം പോലും താലൂക്ക് ആശുപത്രിയിലുണ്ട്. അപ്പൊ നമ്മുടെ താലൂക്ക് ആശുപത്രികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ കരളും ഹൃദയവും വൃക്കയും ഒക്കെ മാറ്റിവെക്കാൻ വരെ കെൽപ്പുള്ള കേന്ദ്രങ്ങളായിട്ട് മാറി ഏറ്റവും വലിയ കാര്യമല്ലേ. ഹൃദയമാറ്റ ശസ്ത്രക്രിയക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. റോബോട്ടിക് ശസ്ത്രക്രിയ പോലും സർക്കാർ ആശുപത്രിയിൽ വരിക എന്ന് പറയുന്നത് തന്നെ. ഈ ആരോഗ്യം അപ്പൊ ഇത്രയും മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ പ്രതിഷേധം കൊണ്ടുവരുന്ന ആൾക്കാരും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുന്ന ആൾക്കാരും VS ശിവകുമാറിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഓർക്കേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ആരോഗ്യ മേഖലയുടെ മന്ത്രിയുമായിട്ടുള്ള വീണ ജോർജിനെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയിട്ടും ഡേറ്റുകൾ വെച്ച് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോ ദിവസം പ്രതിഷേധത്തിലാണ് ഇവര്. പ്രതിഷേധം എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ഷൻ വരാറായി, അപ്പൊ പ്രതിഷേധിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടേ എന്നൊന്ന് അറിയിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തിടുക്കത്തിലാണ് അവരൊക്കെ. അപ്പോൾ ആരോഗ്യ മേഖലയെ കൃത്യമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ എന്നും പോകുന്നവരൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അപ്പോൾ ആരോഗ്യരംഗമായാലും സർക്കാരിന്റെ ഏത് മേഖലയെക്കുറിച്ചായാലും അവർ തൊട്ടറിഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ തീരുമാനം ഈ ഇലക്ഷൻ കാലയളവ് കഴിയുമ്പോൾ അവരായിട്ട് തന്നെ അത് നമുക്ക് കാണിച്ചു തരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ ഒരു അവസാനത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നതും അതിൽ തന്നെയാണ്. എത്രത്തോളം മാധ്യമങ്ങളും പ്രതിപക്ഷവും പർവ്വതീകരിച്ച് എത്രത്തോളം ആക്രമിച്ചാലും ജനങ്ങൾ നേരിട്ട് വീട്ടിനുള്ളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള വികസനമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റേതെന്നുള്ളത്.